Watch full episodes on Jio Hotstar. അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം. നമുക്ക് ഗാർഡനിലേക്ക് പോവാം. ഇവന്മാരിവിടെ എന്താ ചെയ്യുന്നത്? രണ്ടുപേരും ഇങ്ങോട്ട് വാടാ. ഇവിടെ ഷോ കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും പണം തരൂ. ഞങ്ങൾ എന്തിനു പണം തരണം? ഞങ്ങൾ അതിന് നീ കളിച്ചതൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ, പിന്നെന്തിനു തരണം? പക്ഷെ ഞങ്ങള് കാണിച്ചല്ലോ. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ എന്തിനാ പണി ചെയ്യുന്നത്? ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് സമ്പാദിക്കുന്ന പൈസ ഇതൊക്കെ അറിയോ? സോറി സോറി സോറി, തരാം കേട്ടോ, തരാം. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? അയാള് നിന്നെ പറ്റിക്കാൻ നോക്കാണ്. നീയാണെങ്കി അതിൽ വീഴാൻ വേണ്ടി നിൽക്കുക. വേണ്ട, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്ന പൈസ വേണ്ട. ഞങ്ങൾ അധ്വാനിച്ചാണ് സമ്പാദിക്കുന്നത്. ഞങ്ങൾ അധ്വാനിക്കുന്ന വർഗമാണ്, അറിയാവോ നിങ്ങൾക്ക്? അതെ, ഞങ്ങളും അധ്വാനിച്ചു തന്നെയാണ് റൊട്ടി കഴിക്കുന്നത്. എന്താ കൂട്ടുകാരെ, പറയൂ. ഞങ്ങളും അധ്വാനിച്ച് തന്നെയാണ് റോട്ടി കഴിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കഴിച്ചു കാണിച്ചേ. സമോര, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്നേ. വേഗം വേഗം കഴിച്ചു കാണിക്കേ. വേർത്ത് അധ്വാനിച്ചുണ്ടാക്കിയ റോട്ടിയാ. അപ്പൊ അതിൽ ഇത്തിരി ഉപ്പ് കൂടുകയൊക്കെ ചെയ്യും. നമ്മുടെ വേർപ്പിൽ ഉപ്പുണ്ടല്ലോ. അവർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്ക്. എന്റെ അധ്വാനത്തിലുണ്ടാക്കിയ വേർപ്പാണ് അവര് തുപ്പിക്കളഞ്ഞത്. രാത്രി മാവ് കുഴയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. ഇവൻ അതാണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്? ജോണാകും ഡോൺ, ജോണാകും ഡോൺ. ജോൺ ഇനി എവിടെ കണ്ടാലും നിങ്ങളെ പ്രതികാരം വീട്ടാതെ വിടില്ല. നിങ്ങൾ നോക്കിക്കോ. എന്നാ കവിത പറഞ്ഞ കവിതയൊക്കെ വിട്ടതല്ലേ? നമ്മളിപ്പോ പോയവരെ എങ്ങനെ പറ്റിക്കാമെന്ന് ആലോചിക്കേ. മനസ്സിലായോ? എനിക്ക് അവനെ ഓർക്കുമ്പോ ദേഷ്യം വരുന്നു. അവന്റെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തിയാണ് നമുക്ക് തന്നത്. അവന്റെ വേർപ്പാണ് നമുക്ക് കുടിക്കാൻ തന്നത്. അവൻ മനഃപൂർവ്വം നമ്മളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അവനോട് ഞാൻ പകരം ചോദിക്കും. അവനത് ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് എറിയും. എന്നിട്ട് ദേ ചവിട്ടി കൂട്ടും. എന്നിട്ട് അവന്റെ പല്ല് ഞാൻ തൊഴിച്ച് താഴെയിടും. എന്താ, നിങ്ങളും അധ്വാനിച്ച് കഴിക്കുന്നവരാന്നല്ലേ പറഞ്ഞേ? പക്ഷെ നിങ്ങളെ കൊണ്ട് ഒരു ചപ്പാത്തി പോലും കഴിക്കാൻ പറ്റുന്നില്ല. വരൂ, ഇന്ന് അധ്വാനിച്ച് കാണിക്കൂ. അവനെ പോലെ ആ കയറിന്റെ മേലെ നടന്നു കാണിച്ച് നോക്കട്ടെ. അതെ, ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? ഞാനും ഇതിൽ നടന്നു കാണിച്ചു തരാം. ഫുർഫുറി നഗരത്തിലുള്ളവരൊന്നിനെയും പേടിക്കുന്നതല്ല. ആണോ? എന്നാ നീ നടന്നു കാണിക്കേ. ഞാൻ തരുന്ന സാധനങ്ങൾ വെച്ച് ബാലൻസ് ചെയ്ത് കാണിക്കേ. ആ വടി വേഗം ഇങ്ങോട്ട് എടുത്തു തരൂ. എന്നാ പിടിച്ചോ. ആ മതി. ഇനി കണ്ടോ എന്റെ കളി. വേണ്ട മോട്ടു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീണ്ടും നീ ഇവന്റെ വാക്ക് കേക്കാണോ? പിടിച്ചോ. അതെ, മതി മതി മതി. പിടിച്ചോ. എടോ, മതിയാക്കാൻ. ഇവനെയും പിടിച്ചോ. എന്നോടാ കളി. ചിങ്കം സാറും കസീട്ടാറാമോ ഇവിടെ? രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ.
താഴേക്ക് ഇറക്കണേ. ഞാനിപ്പോ വരാം. എന്റെ അമ്മോ, മോട്ടു, പതുക്കെ വാ. പറയുന്നത് കേൾക്ക്. ചേടാ, അവിടെ ഷോർട്ട് കട്ട് ഉണ്ട്, വാ നമുക്ക് അതിൽ പോവാം. എന്റെ കൂട്ടുകാരെ രക്ഷിക്കേ. അതിന് ഷോർട്ട് കട്ട് എവിടെയാ? ഇത് ബാംബൂ സ്റ്റിക്കാ. ഇത് മുറുകെ പിടിച്ചിട്ട് അങ്ങ് മേലേക്ക് നോക്കിക്കേ. ശരി ശരി, നോക്കിക്കോളാം. ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. എന്റെ അമ്മോ, ഒന്ന് ബ്രേക്ക് പെട്ടെന്ന് പിടിക്കണേ. മോട്ടു, ഒന്ന് താഴേക്ക് നോക്ക്. ജോണാകുണ്ടോ? ജോണാകുണ്ടോ? ഇത് ജോണിന്റെ ശബ്ദമാണ്. ജോണിനെ എതിർക്കാൻ ആരുമില്ല. ഇതിന്റെ പുറകിൽ ജോണാണല്ലേ? ഇനി ആ ജോണിനെ ഉറപ്പായിട്ടും ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഞാൻ ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല. നീങ്ങിക്കോ, ഓടിക്കോളാ. ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. പകരത്തിന് പകരം ചോദിക്കും ഞാൻ. പക്ഷേ പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നിനക്ക് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ കേൾക്ക്. നല്ല രസമുണ്ട്. വെരി ഗുഡ് ഇയർ, വെരി ഗുഡ് ഇയർ. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കണ്ടില്ലേ, നിന്റെ മുമ്പിൽ ഒരു പോസ്റ്റ് മരം കാണുന്നില്ലേ? അതിൽ കയറാൻ പറ്റുമോ? ഇല്ലല്ല, പറ്റില്ല പറ്റില്ല. അത് വളരെ ഉയരത്തിലാണ്. അതിന്റെ മേലെയൊന്നും ആർക്കും കയറാൻ കഴിയില്ലെന്നേ. ഓ വല്ല വല്ല, അങ്ങനെ പറയരുത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതിൽ കയറാൻ പറ്റും, ഞാൻ സഹായിക്കാമെന്നേ. വരൂ. അല്ലെങ്കിൽ നീ കഴിവുള്ളവനല്ലേ, പിന്നെന്താ പ്രശ്നം? കലാകാരനാകുമ്പോ എല്ലാത്തിലും കഴിവുണ്ടാവണം. ദേ ഇപ്പൊ കണ്ടില്ലേ, ഇയാള് നിനക്കെല്ലാം കാണിച്ചു തരും. ഇയാള് കാണിച്ചു തരും, കണ്ടോ? ഇയാൾക്ക് അതൊന്ന് കേറി കാണിച്ചു കൊടുക്കും കൂട്ടുകാരാ. വല വല ഇപ്പൊ കൊണ്ടുവരാന്നേ. ഇതിലൂടെ ഡോക്ടർ ജഡ്കയുടെ ഗ്ലൗസ് കൊണ്ട് സാവധാനത്തിൽ കേറി നോക്കാം. വല 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 വല. ഇനി ജോൺ ഇതിൽ കേറുമ്പോൾ അവന്റെ കൈ ഇതിൽ തട്ടി വഴുക്കി താഴേക്ക് വരും. ഞാനിവിടെ എല്ലാവരുടെയും മുൻപിൽ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഇതിന്റെ മുകളിൽ ആരാണോ കയറി കാണിക്കുന്നത് അവർക്ക് ഞാൻ 1,00,000 രൂപ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. അതായത് 1,00,000 rupees. ഓ രൂപയോ? എന്നാ ഞാൻ കേറാം. ഇപ്പൊ എല്ലാരും ഒന്ന് കൈ അടിക്കൂ. ഒന്ന് സ്ലിപ്പായി പോയതാ. ഞാൻ വീണ്ടും ശ്രമിക്കാം. രണ്ടുപേരും എന്നെ സഹായിക്കണം. രണ്ടുപേർക്കും മനസ്സിലായല്ലോ. ഞാൻ വരുന്നു. നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്യാം. ഈ മോളിലേക്ക് കയറാൻ ഒരു ഷോർട്ട് കട്ട് വഴി ഞാൻ പറഞ്ഞു തരാലോ. നിങ്ങൾ പറയുന്ന ഷോർട്ട് കട്ട് എവിടെയാ ഉള്ളത്? ഇതാ കാണുന്ന ഓപ്പോസിറ്റ് പോൾ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കയറിയാ മതി. ഇവിടെ എത്താൻ സാധിക്കും. ശരി ശരി, അതുപോലെ തന്നെ ചെയ്തേക്കാവുന്നേ. അയ്യോ അയ്യോ, എന്റെ തല കറങ്ങുന്നേ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടാവടാ? നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നില്ല ഇത് മോട്ടവും പാർട്ടിയും നമ്മളെ കളിയാക്കിയതാണെന്ന്. ബാറ്റ് തോറ്റാ മതി.
ദേ നോക്കിയേ, ഷേഖ് സാറേ അവരറിയാതെ സംസാരിച്ചു പോയതാ. അവരെ ക്ഷമിച്ചേക്കൂ. നിനക്ക് മാത്രമേ ഞങ്ങളെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അത്ര പെട്ടെന്ന് വിഡ്ഢികളാക്കാൻ പറ്റില്ലടാ മോനെ. ഫുർഫുറി നഗരത്തിൽ നിന്ന് വന്ന എല്ലാവർക്കും എല്ലാം നിസ്സാരമായി ചെയ്യാൻ പറ്റും. ഇനി നിനക്ക് വിയർപ്പിന്ന് എടുത്ത വെള്ളം കൊണ്ട് നിന്നെ വെള്ളം കുടിപ്പിക്കണ്ടേ? അതെ ചേട്ടന്മാരെ, ബോട്ടിൽസ് ഒക്കെ എടുത്തോളൂ. അയ്യോ വേണ്ട, ഓടിക്കോ, രക്ഷപ്പെടറാ. അയ്യോ വേണ്ട. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, ഇവനാണ് ജോൺ. നിങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് കാശടിക്കുന്നവനാണിവൻ. അതെ, ഇതെന്റെ വാലറ്റാണല്ലോ. അതാ എന്റെ ചെയിൻ. അതെന്നെയാ. അവരെ വെറുതെ വിടരുത്. അടിക്കവരെ. വിടരുത്. രക്ഷപ്പെട്ടു പോകുന്നു. അടിപൊളിയായിട്ടുണ്ട്. അതേ വലിയേട്ടാ, നമ്മളിത് ആദ്യമായിട്ടല്ലേ താജ്മഹൽ കാണുന്നത്. എന്ത് രസമാണ് നോക്കിക്കേ. എത്ര വലിയ ഗേറ്റ് ആണിത്. അല്ല ഇതെന്താണ്, മെയിന്റനൻസ് ചെയ്യാൻ ക്ലോസ് ചെയ്ത് വെച്ചെന്നോ? അതെ സഹോദര, മെയിൻ്റനൻസിന് വേണ്ടി 15 ദിവസത്തേക്ക് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷമേ തുറക്കുകയുള്ളൂ. ഇല്ല ഇല്ല ഇല്ല, ഞങ്ങളൊക്കെ ഒരുപാട് ദൂരെ നിന്ന് വരുവാണ്. ഫുർഫുറി നഗരത്തിൽ നിന്ന് വരുവാണ്. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ഇല്ല, അത് തീരാൻ പറ്റില്ല. അതിന് ഞങ്ങൾ ആരെയും അനുവദിക്കുക. എന്നാ പിന്നെ ഞാൻ മാത്രമെങ്കിലും പോയി കണ്ടോട്ടെ. അതല്ലേ ആരെയും അകത്ത് വെക്കില്ലെന്ന് പറഞ്ഞത്. എന്നെ വിടൂ, ഞാനിത് കണ്ടോട്ടെ പ്ലീസ്. എന്നെ അനുവദിക്കൂ. നിങ്ങൾക്ക് താജ്മഹൽ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. താജ്മഹൽ ഞാനിപ്പോ അല്ല, എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ ഡോക്ടർ ജഡ്കയുടെ ശബ്ദം മാത്രം കേൾക്കുന്നില്ലല്ലോ. എവിടെ പോയി കിടക്കുവാ വല്യേട്ടാ? അയ്യോ, എന്റെ വല്യേട്ടന്റെ ഭൂമിക്കടിയില് ആഴ്ന്നിറങ്ങിപ്പോയേ. ഇല്ല ഇല്ല വല്യേട്ടാ, വല്യേട്ടാ പ്ലീസ് പ്ലീസ് പുറത്തേക്ക് വരൂ. ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. ചേട്ടാ എന്റെ ചങ്കന്റെ ബ്രോ, ഇവിടുന്ന് താജ്മഹൽ കാണാൻ നല്ല രസമുണ്ട്. എന്റെ വലിയേട്ടാ, നിങ്ങൾ എങ്ങനെ ഭൂമിക്കടിയിൽ നിന്നാണ് എന്നെ കാണുന്നത്? ചേട്ടാ മോട്ടു എന്റെ ചങ്കന്റെ ബ്രോ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഇട്ടിട്ട് പറന്ന് അകത്തേക്ക് പോയി എല്ലാം കണ്ടിട്ട് വന്നു. ഇപ്പോഴാ വന്നത്. ഈ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉള്ള കാര്യം എന്താ ഞങ്ങളോട് ഇത്ര നേരം പറയാതിരുന്നേ? അയ്യോ ചങ്കന്റെ ബ്രോ, നിങ്ങളുടെ അടുത്ത് അടി മേടിക്കണം എന്നുള്ളത് എന്റെ തലയിൽ എഴുതാ തോന്നുന്നു. സോറി, എന്നെ തല്ലരുത്, എന്നെ വിട്ടേക്കൂ. മെയിൻ ഗേറ്റ് വഴി നമ്മൾ പോണ്ട, നമുക്ക് ഇതിൽ കൂടെ അകത്ത് കയറാം. വരൂ നമുക്ക് പോകാം. എന്റെ ചിങ്കൻ സാർ ഇത്ര ഫാസ്റ്റിൽ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ ആയി വരും, നമുക്ക് പോകാം. എന്നാ പിടിച്ചോളൂ. വരൂ. ഓ, എന്താ അടിപൊളിയായിട്ടുണ്ടല്ലേ, മനോഹരം. വരൂ. അയ്യോ, കരയില്ലേ മോനെ? അല്ല, എന്താ ഇത്? അയ്യോ, കരയില്ലേ മോനെ?
കൊച്ചു ഉറങ്ങുന്നത് കണ്ടില്ലേ? ബഹളം വെച്ച് കൊച്ചിനെ ഉണർത്തി. അതേ വലിയേട്ടാ, അവിടെ ഒരു ഇൻവിസിബിൾ മതിലുണ്ട്, അതിൽ തട്ടിപ്പോയതാ ഞാൻ. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അതുകൊണ്ട് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ, വരൂ. ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ടല്ലോ, പറന്നു പോവാം. മുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ വാളിന്റെ അറ്റം ഉണ്ടാവുമല്ലോ. വരൂ. എന്തൊരു ഭംഗിയാണ്. ഈ അകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? നമ്മളൊരു ഇൻവിസിബിൾ വാൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് ചെയ്യൂ. കൊള്ളാലോ, ഇതൊരു ക്യാമറയാണല്ലോ. ആരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങോട്ട് വാ, വരാനാ പറഞ്ഞേ. ഇവന്മാര് കോമൺ ആൾക്കാരൊന്നുമല്ല. ഇവന്മാരെ ഇവിടുന്ന് ഓടിക്കേ. ഇവന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത് അകത്താരോ ഉണ്ടെന്ന്. നമ്മളൊക്കെ അകത്തുണ്ടെന്നുള്ള കാര്യം ഇവർ ഒരിക്കലും അറിയാൻ പാടില്ലെന്നാണ് ബോസ് പറഞ്ഞത്. നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാം. മെയിൻ്റെനൻസ് റൂം വെരി ഗുഡ്. അവസാനം അങ്ങനെ നമ്മൾ അകത്തേക്ക് എത്തി. കുരങ്ങന്മാരോ? എന്താ സംഭവിക്കുന്നത് ഇവിടെ? എന്താ നിങ്ങൾ തല്ലി മേടിക്കുന്നത്? തല്ലി കൊടുക്ക്, അവരെ അടിക്ക്, അടിക്ക്, അടിക്ക്. ഇവന്മാര് നമ്മളെ ഇടിച്ചൊരു പരുവത്തിലാക്കിയല്ലോ. ഡോക്ടർ ജഡ്ക, ഇങ്ങോട്ട് വന്നേക്ക്. ഇപ്രാവശ്യം ഞാൻ ഫ്ലൈങ് ഹെൽമെറ്റ് തന്നതല്ലേ? പക്ഷെ നിങ്ങളെന്തോ മറന്നതുപോലെ ഇല്ലേ? ഇവന്മാരെ ഓടിക്കാനാ പറഞ്ഞേ, അല്ലാണ്ട് അകത്തോട്ട് ഓടിച്ചോണ്ട് വരാനല്ല നിങ്ങളോട് പറഞ്ഞേ. വലിയേട്ടാ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആട്ടെ, ഇവരൊക്കെ നിങ്ങൾ വളർത്തുന്ന കുരങ്ങന്മാരാണോ? ഓ, ഇപ്പൊ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി പുറത്തു പോകാൻ പറ്റില്ല. അകത്ത് പിടിച്ചിട്ട് ഇവന്മാരെ. നിങ്ങളൊക്കെ ആരാണ് മനുഷ്യരെ? ഞങ്ങളൊക്കെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി വന്നവരാ. ഇവരൊക്കെ എവിടുന്ന് വന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവര് ഞങ്ങളെ പിടിച്ച് ഇവിടെ തടവിലാക്കിയിരിക്കുക. ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞു തരാം. എന്റെ പേരാണ് എക്സ്പ്ലോറർ. ഞാൻ താജ്മഹൽ മോഷ്ടിച്ചിട്ട് എന്റെ നാട്ടിലേക്ക് എടുത്തോണ്ട് പോവും എന്റെ കൂടെ. അതെ, വേണ്ട. അങ്ങനെ ചെയ്യാൻ തന്നെ ഞങ്ങൾ അനുവദിക്കില്ല. നിനക്ക് എക്സ്പ്ലോററിനെ ഒരിക്കലും തടയാൻ സാധിക്കില്ല. ഇല്ല, നീ ചിന്തിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും സാധിച്ചു തരില്ല. ഇത് ഞങ്ങളുടെ ദേശത്തിന്റെ അടയാളമാണ്, ചരിത്രമാണ്. ഇത് നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അനങ്ങാതെ പോയാ താക്കോലെടുക്ക്. ഒന്ന് വേഗം പോയി പിടിക്കണോ അവന്മാരെ. എന്ത് ചെയ്യാ? പെട്ടെന്ന് പോ. വെടി കൊണ്ടുപോയിട്ട് തല്ലി പെരട്ടവന്മാരെ. അയ്യോ, വീണ്ടും തല്ലിക്കൊല്ലുവാണല്ലോ. ചേട്ടാ, എന്റെ ചെങ്കേറ്റ് ബ്രോ, എന്തിനാ എല്ലാവരും ആ മങ്കീസിന്റെ തല്ലി മേടിക്കുന്നത്? തല്ല് മേടിക്കാതെ അവരെ അടിക്കാൻ നോക്ക്. അടിക്ക്, അടിക്ക്. അതെ, ഞങ്ങൾ എങ്ങനെയാ തല്ലുന്നത്? അനിമൽസിനെ ഒന്നും തല്ലാൻ പാടില്ലല്ലോ.
മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ ആദ്യം തൊട്ട് പറയല്ലേ അവരെ അടിക്കേന്ന് ഞാൻ പറഞ്ഞത് കേക്ക്. അതെ, എന്റെ കണ്ണാടി കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വരുന്നത് മനുഷ്യന്മാരാണ്, കുരങ്ങന്മാരുടെ വേഷം ഇട്ടിട്ട്. അതുകൊണ്ടാ പറയുന്നത് അവരെ തല്ല്. ഇതൊക്കെ നിങ്ങൾ കണ്ണാടി കൂടെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ട് അത് ഞങ്ങളോട് പറഞ്ഞില്ല? അകത്തുള്ളത് മനുഷ്യന്മാരാണെന്ന് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? എത്ര നേരം എന്ന് വെച്ചാൽ ഞങ്ങൾ തല്ലുകൊണ്ടോണ്ടിരിക്കുക. മോട്ടുപത്തിന് എന്നെ വിട്ടേക്ക്, തല്ലരുത്, ഞാൻ മറന്നു പോയതാണ്. എടാ മനുഷ്യരെ, എന്ത് ചെയ്യാ നിങ്ങള് ഇവിടെ? നിങ്ങളെയാണ് ഒരുപാട് മിസ് ചെയ്യുന്നത് വലിയേട്ടാ. ഇപ്പം പറയാം. ഓക്കെ, ഇല്ല. എന്തെവിടെ നടക്കുന്നത്? സാറേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ നിങ്ങളെ ഈ താജ്മഹൽ മുഴുവൻ കൊണ്ടു നടന്ന് കാണിച്ചു തരാം. മാത്രമല്ല ഞങ്ങളുടെ വക ചെറിയൊരു സമ്മാനമുണ്ട്. ഇതാ പിടിച്ചോ. അല്ല, എന്റെ നല്ല പ്ലാൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? എവിടുന്നാ വന്ന നിങ്ങള്? വരാതിരിക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചു ദിവസം കഴിച്ചിട്ട് വരായിരുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.